ആണി അയ്യോ. ഹലോ ഗായ്സ്, ആരും പേടിക്കണ്ട, സിന്ദൂരം ചെറുതായിട്ടൊന്ന് പടർന്നതാ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കിട്ടിച്ചേട്ടന്റെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഏട്ടൻ വണ്ടിയിൽ വെക്കാൻ പൂവൊക്കെ ആയിട്ട് പോവാണ്. നമ്മുടെ വണ്ടിയാണ് കല്യാണ വണ്ടി. അപ്പോൾ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ഒക്കെ വേണമല്ലോ. റിതൂട്ടൻ രാവിലെ മാമന്റെ കയ്യിലാണ്. ഇത്തിരി നേരത്തെ എഴുന്നേറ്റതിന്റെ ക്ഷീണമൊക്കെ അവന്റെ മുഖത്തുണ്ട്. കല്യാണത്തിന് സമയത്ത് തന്നെ എത്തണമല്ലോ. പിന്നെ ഈയിടെയായിട്ട് ഫംഗ്ഷൻസിനൊക്കെ പോകാൻ ആൾക്ക് വലിയ താല്പര്യമാണ്. ഇത് കണ്ട് ആരും പേടിക്കണം. ഞാനും അവനും കൂടെ ചെറിയൊരു ട്രാൻസിഷൻ എടുത്തതാണ്. ഞങ്ങൾ രണ്ടുപേരും ഷറാരയാണ് ഇട്ടത്. അങ്ങനെ ഞങ്ങളുടെ റിതൂട്ടൻ ആദ്യമായിട്ട് ടൂറിസ്റ്റ് ബസ്സിൽ കയറാൻ പോവാൻ. ഷോയാന്ന് കരുതണ്ട, ചൂട് കാരണം ബട്ടൺ ഉരിയിട്ടതാണ്. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കയറാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ദൂരാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അത്ര ദൂരേ ഉള്ളൂ. ആ കിടക്കുന്ന കുറ്റിയിൽ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. റിതൂട്ടൻ ആദ്യം ഒരു വല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൻ ഓക്കെ ആയി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പാട്ടുള്ള ബസ്സിൽ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബസ്സിൽ പാട്ടിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഓണായി. ഇപ്പൊ എല്ലാം ഓർത്തിരിക്കും. ആവണിയുടെ സീറ്റിൽ ഇരുന്നു കൊണ്ടുള്ള ഡാൻസ് ആണ് ഈ കാണുന്നത്. ആരും പേടിക്കേണ്ട, 10 മിനിറ്റ് കഴിയുമ്പോൾ നിർത്തിക്കോളും. കല്യാണത്തിന് ഏട്ടന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബിനീഷേട്ടനും സന്തോഷേട്ടനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ഥലം എറണാകുളത്താണ്. പിന്നെ സന്തോഷേട്ടന്റെ മോനാണ്. അവനുമായിട്ട് പെട്ടെന്ന് റിതു അടുത്തു. വന്നപ്പോഴേ മാലയും അടിച്ചു മാറ്റി. രണ്ടുപേരും ട്വിന്നിങ് ആണ് കേട്ടോ. പിന്നെ ഏട്ടൻ ചെറുതായിട്ട് വീഡിയോഗ്രാഫി ഒക്കെ തുടങ്ങി. ഇപ്പൊ ഈയിടെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും പോസ് ചെയ്ത് തരുന്നില്ലെന്നേ. റിതൂട്ടൻ അല്ലെങ്കിലും വലിയ ചേച്ചിമാരെ ചേട്ടന്മാരെയൊക്കെ കിട്ടിയ വേറെ ആരെയും വേണ്ട. അവന്റെ പോസിങ് കണ്ടില്ലേ? അങ്ങനെ അവിടെ നിന്നപ്പോഴേക്കും ചെറുക്കൻ എത്തി. കുറച്ചു നേരം കഴിഞ്ഞാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ടൈം ആകണമല്ലോ. അപ്പോഴേക്കും പെണ്ണ് വീട്ടുകാർ സ്വീകരണത്തിന് ഒരുങ്ങി. കല്യാണ ചെറുക്കനെ കല്യാണ പെണ്ണിന്റെ ആങ്ങളെ സ്വീകരിക്കും. അത് അടിപൊളിയാണ്. കിട്ടിച്ചേട്ടന്റെ മുഖത്തെ ടെൻഷൻ കണ്ടില്ലേ? ഏതാനും നിമിഷങ്ങൾക്കകം വിവാഹിതനാകും എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ആരതികൾക്ക് പിറകിൽ നമ്മുടെ വധു ആരതിയും വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കല്യാണ പെണ്ണ്. ഇതാണ് കിട്ടിച്ചേട്ടന്റെ ഫാമിലി. ഇത് ആരതിയുടെ ഫാമിലി. കല്യാണം ഏകദേശം ഉച്ചയോടടുത്തായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട കാര്യം അവിടെ നടക്കും. റിതൂട്ടൻ ഇവിടെ എന്താ പരിപാടി എന്ന് കണ്ടോ? അമ്മയുടെ കയ്യിലിരുന്ന നാരങ്ങ ചെറുതായിട്ടൊന്ന് പൊളിച്ചു കൊടുത്തു. പൂച്ച നുണയുന്ന പോലെ ഇരുന്ന് നുണയുവാ. വലിയ കാര്യത്തിൽ കല്യാണം കാണാൻ വന്നിരുന്നതാണ്. ഇപ്പൊ ക്യാമറ ചേട്ടന്മാരുടെ ബാക്ക് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഒടുവിൽ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. താലി കെട്ടും കഴിഞ്ഞു. കിട്ടിച്ചേട്ടന്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഇത് കാണേണ്ട താമസം. നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഫുഡ് കഴിക്കണം. ഞാനും റിതൂട്ടനും കൂടിയാണ് ഫുഡ് കഴിക്കായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ബാക്കി വീഡിയോ ഒന്നും റിതൂട്ടൻ എടുക്കാൻ സമ്മതിച്ചില്ലെന്നേ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കല്യാണ പെണ്ണ് ചെറുക്കനും റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ.